ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നത് നന്നായി. ഞാൻ പറയാൻ പോകുന്ന കാര്യം രണ്ടുപേരോടായിട്ട് പറയാമല്ലോ. എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങനെ വരില്ല എന്നറിയാം. കാര്യമുണ്ട്. ആരെ കാണാൻ? മോളെ ഒന്ന് കാണാനാ. അകത്തോട്ടിന്നോളൂ. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് സ്കൂളിൽ വരും എന്നാണ് നീ പറയുന്നേ? അതെ വരും. പിന്നെ വന്നത് തന്നെ. നീ കൊറേ കാലമായിട്ട് പറയുന്നേല്. ഒന്ന് പോടി അവിടെന്ന്. നീ വാടാ. അവളെ ചുമ്മാ പുളു അടിക്കുന്ന. അവളുടെ അമ്മ അച്ഛനും ഒരുമിച്ച് വരും അത്രേ. ഒന്നും വരാൻ പോകുന്നില്ലടാ. ഹായ് സത്യമ്മ. ഹായ് സത്യാമ്മേ. സത്യമോളെ, സത്യാമ്മ എന്താ ഇവിടെ? ഞാനേ സത്യമോളെ കാണാൻ വന്നതാ. എന്താ, എനിക്ക് സത്യമോളെ കാണാൻ വരാൻ പാടില്ലേ? അപ്പൊ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ എനിക്കൊരാഗ്രഹം, എന്റെ സത്യമോളെ ഒന്ന് കാണുന്നു. അതുകൊണ്ട് ജോലിക്കൊന്നും പോയില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. അല്ല, മോളുടെ ഫ്രണ്ട് പപ്പി എന്തിയേ? ഇന്ന് പപ്പി സ്കൂളിൽ വന്നില്ല സത്യാമ്മേ. വന്നിരുന്നെങ്കി പപ്പിയും കൂടെ സത്യാമ്മയ്ക്ക് കാണായിരുന്നു. ഞാനിപ്പോ വന്നതേ എന്റെ സത്യമോളെ മാത്രം കാണാൻ വേണ്ടിയാ. എന്നെ മാത്രം കാണാനോ? അതെന്തിനാ? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാലോ. കുറച്ചു നേരം സത്യമോളുടെ അടുത്ത് എനിക്കിങ്ങനെ ഇരിക്കാലോ. സത്യാമ്മ എന്ത് ആലോചിക്കുന്നേ? ആ, മോളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ എന്ന് ആലോചിക്കായിരുന്നു. എന്നാ തന്നോ? ആ പിന്നെ എന്റെ മോൾക്ക് സത്യാമ്മ എന്തൊക്കെയാ കൊണ്ടുവന്ന് നോക്കിയേ. ഇതാ കണ്ടില്ലേ, ഇത് നിറയെ സാധനങ്ങളാ. നോക്ക്, കണ്ടില്ലേ? ഇത് കണ്ടോ? ഹായ്. പുതിയ മാല, കമ്മല് കണ്ടോ? ആ, ദാ പിടിച്ചോ. ആ, അത് അടച്ചു വെക്ക്. അടുത്തത് എന്താണെന്നറിയോ? കണ്ണടച്ചോ. ഹായ്, വള. വേറെ ഇതിനകത്ത് ഇനിയുണ്ട്. ഇനിയും കണ്ണടച്ചോ. ഇനിയുണ്ടോ? കണ്ണോർക്ക്. ഹായ്. തലയിൽ വെക്കാൻ ക്ലിപ്പ്. ആ, എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്. ഇനിയുണ്ടോ? അതല്ലേ ഇതിനകത്തോട്ട് വെച്ചു. വേറൊരു കാര്യം കാണിക്കട്ടോ. ആ, കണ്ടു? ഹായ്, ഇതൊക്കെ എനിക്കാ? സത്യാമ്മേ, മോക്കിതെല്ലാം ഇനിയും വാങ്ങിച്ചു തരാട്ടോ. എന്റെ ചക്കരക്കുട്ടിക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു തരും. ആണോ? അപ്പൊ സത്യാമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊക്കെ പോയോ?
അതെ, സത്യാമ്മയ്ക്കൊരു തെറ്റുപറ്റി പോയതല്ലേ. എല്ലാരും സത്യാമ്മയിൽ നിന്നേ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചു. ചായ. ഓരോരോ കാര്യങ്ങൾ ഓർത്തും അതിന്റെ പേരിൽ സങ്കടപ്പെട്ടും ഭയപ്പെട്ടും ഓരോ ദിവസം തള്ളി നീക്കുന്നതല്ലാതെ ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ലല്ലോ ഗോപാലേട്ടാ. മക്കളുടെ കാര്യവും അങ്ങനെ തന്നെ. ഒന്ന് ശരിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നോ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചോണ്ടിരുന്ന അല്ലെങ്കിൽ തന്നെ എങ്ങനെ ഉറക്കം വരാനാ? എന്നെ കണ്ടില്ലേ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെ തന്നെ ഇരിക്കും. ആ, നിങ്ങളുടെ അത്ര മനക്കെട്ടിയൊന്നും എനിക്കില്ല. എനിക്കിപ്പോ വന്ന് വന്ന് കാക്കിയിട്ട് വരുന്നവരെ കണ്ടാ തന്നെ പേടിയാ. നിന്റെ പേടി കാണുമ്പോ ചങ്കലയ്ക്കുന്ന എനിക്കാ. എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു പോയാ തകരുന്ന ഒരു കുടുംബ, അത് ഓർമ്മ വേണം. കണ്ണി കൊള്ളേണ്ടത് പുരികത്തുകൊണ്ട് പോകുന്നത് എന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്നൊന്ന് മനസ്സിലാക്കണം. ഞാൻ വിളിക്കുന്ന എന്റെ ദൈവങ്ങളുടെ ശക്തി. അതുകൊണ്ട് എന്താ ഇപ്പൊ വീട്ടിലിങ്ങനെ ചായം കുടിച്ചിരിക്കാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ കിടക്കേണ്ടി വന്നേനെ സെൻട്രൽ ജയിലിനകത്ത്. അയ്യോ, ഇനിയിപ്പോ ഇതാരാണോ ഓട്ടോയില്? നീ പേടിക്കൊന്നും വേണ്ട, എന്തായാലും പോലീസുകാരായിരിക്കില്ല. രാഘവേട്ടനാണല്ലോ, അങ്ങനെ വരാത്തതാണല്ലോ. എന്തെങ്കിലും കാര്യം കാണും. അല്ല, ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നോ? ഇതെന്താ രാഘവേട്ട, ഒന്ന് വിളിക്കു പോലും ചെയ്തില്ല? ഒരിടം വരെ പോയതാ. പോയ വഴിക്ക് ഇവിടെ നിന്ന് കയറിയെന്നേ ഉള്ളൂ. കുറെ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ടേ. അകത്തോട്ടിരിക്കാം, വരണം. ആ, അവിടെ ഉള്ള ഇരിക്കണം. ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നത് നന്നായി. ഞാൻ പറയാൻ പോകുന്ന കാര്യം രണ്ടുപേരോടായിട്ട് പറയാമല്ലോ. എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങനെ വരില്ല എന്നറിയാം. കാര്യമുണ്ട്.